നൗഫൽ, നമ്മോടൊപ്പം പി കെ ഷറഫുദ്ദീൻ ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. രണ്ടാം ഘട്ട പരിഷ്കരണത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോകേണ്ടി വന്നൊരു സാഹചര്യം? അതായത് ഇത്തവണ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം 2010 ശേഷം ആദ്യമായിട്ടാണ്, കഴിഞ്ഞ 2 തവണ അല്ലാത്ത രീതിയിലാണ് വാർഡ് വിഭജനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള കരട് വോട്ടർ പട്ടികയും അന്തിമ വോട്ടർ പട്ടികയും വ്യാപകമായിട്ട് അബദ്ധങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്. ഇത് പരിഹരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. കമ്മീഷൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതിനുമൊപ്പം തന്നെ വാർഡ് തെറ്റായിട്ട് വന്നവരുണ്ട്. കാരണം കെട്ടിട നമ്പർ അടിസ്ഥാനമാക്കിയാണ് വാർഡ് വിഭജനം നടക്കുന്നത്. കെട്ടിട നമ്പർ വോട്ടർ പട്ടികയിൽ തെറ്റായി വന്നവരൊക്കെ ആ കെട്ടിട നമ്പറിൻ്റെ തെറ്റായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പല വാർഡുകളിലേക്കും മാറിപ്പോയിട്ടുണ്ട്. തെറ്റായി വന്നത് ഇത് സെക്രട്ടറിമാരോട് ബൾക്കായിട്ട് യഥാർത്ഥ വാർഡിലേക്ക് മാറ്റുന്നതിന് സെക്രട്ടറിമാർക്ക് അധികാരം നൽകിയിരുന്നു, അവസരം നൽകിയിരുന്നു. അതിൻ്റെ പ്രകാരം അത്തരത്തിലുള്ള ലിസ്റ്റ് തയ്യാറാക്കി നോട്ടീസായിട്ട് പ്രസിദ്ധപ്പെടുത്താനും ആക്ഷേപം സ്വീകരിക്കാനും പറഞ്ഞു. പക്ഷേ വളരെ പരിമിതമായ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമേ ആ പ്രക്രിയ നടന്നിട്ടുള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ പരാതികൾ ഉന്നയിച്ചിട്ട് പരിഹരിക്കപ്പെട്ടില്ല. മാത്രമല്ല, അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതായത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയ ശേഷം വ്യാപകമായിട്ട് അപ്പീലുകൾ വന്നിട്ടുണ്ട് ജോയിൻറ്റ് ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം. ആ അപ്പീലുകളിലൊന്നും തീരുമാനമായിട്ടില്ല. ആവുന്നതിന് മുമ്പെയാണ് ഇപ്പോൾ വീണ്ടും പരിഷ്കരണം വരുത്തുന്നത്. മാത്രമല്ല, ഇപ്പം ഏകീകൃത നമ്പർ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഹാരവും കാണാൻ കഴിയില്ല. കാരണം ഒരാൾക്ക് ഇലക്ഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇലക്ഷൻ ID കാർഡ് വരെ ഒരാൾക്ക് 5ഉം 10ഉം ഒക്കെ എടുക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അത് ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഈ നമ്പർ നൽകിയത് കൊണ്ട് തന്നെ ഇരട്ട വോട്ടുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ കരട് പട്ടിക പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ തന്നെ ഒരു പഞ്ചായത്തിൽ തന്നെ 2 വാർഡുകളിൽ വോട്ടുള്ളവരായിട്ട് നിരവധി ആളുകളുണ്ട്. ഒരു വാർഡിൽ വോട്ട് തള്ളാതെ തന്നെ മറ്റു വാർഡിൽ വോട്ടുകൾ ഇത്തവണയെങ്കിലും പരിഹരിക്കാൻ കഴിയണമെങ്കിൽ സമയം നൽകണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നീക്കം ചെയ്യുന്നതിനുള്ള സമയം മാത്രമല്ല, അതിനുശേഷം ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയം അവസാനിച്ച ശേഷം, ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിച്ച ശേഷം ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായ സമയം നൽകണം. പരിമിതമായ സമയം നൽകുകയും പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറയുകയും ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങൾ വരികയാണ്. പലരും ഹിയറിംഗ് നടത്തിയത് പട്ടികയിൽ കാണുന്നില്ല, നീക്കം ചെയ്യാൻ കൊടുത്തത് നീക്കം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരു പട്ടികയിൽ വാർഡ് തെറ്റായി വന്ന വാർഡിൽ വോട്ട് നിലനിൽക്കെയാണ് പുതിയൊരു വാർഡിൽ അവർക്ക് വോട്ട് ചേർക്കുന്നത്. അത് വ്യാപകമായിട്ട് കാണുന്നുണ്ട് പട്ടിക. ഏതായാലും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകരമാകും. അതേസമയം കൂടുതൽ സമയം ഉദ്യോഗസ്ഥർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നൽകണമെന്ന് കൂടിയാണ് പി കെ ഷറഫുദ്ദീൻ പറയുന്നത്. എന്തായാലും ഈ 2ാം ഘട്ട പരിഷ്കരണത്തിലേക്ക് പോകുന്ന ആദ്യഘട്ട പരിഷ്കരണത്തിലെ വ്യാപകമായ പരാതിയെ തുടർന്നാണ്. ഈ ഘട്ടത്തിലെങ്കിലും ആ പരാതികൾ പരിഹരിക്കപ്പെടുന്നുള്ള പ്രതീക്ഷയാണ് ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾ മറ്റുമൊക്കെ പങ്കുവയ്ക്കുന്നത്.